തമ്മനത്ത് കുടിവെള്ള ടാങ്ക് തകർന്നതിനെ തുടർന്ന് കൊച്ചി നഗരത്തിലെ കുടിവെള്ള വിതരണം തടസ്സപ്പെടാതിരിക്കാൻ അടിയന്തര നടപടികൾ സ്വീകരിച്ചതായി ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ. പെരുമാറ്റച്ചട്ടം നിലവിലുള്ള സാഹചര്യത്തിൽ പ്രവർത്തനങ്ങൾ തടസ്സപ്പെടാതിരിക്കാൻ ദുരന്ത നിവാരണ നിയമപ്രകാരം നടപടികൾ സ്വീകരിക്കുമെന്നും മന്ത്രി. എറണാകുളം ഗസ്റ്റ് ഹൌസിൽ ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥരും പങ്കെടുത്ത യോഗത്തിലാണ് മന്ത്രി ഇക്കാര്യം വ്യക്തമാക്കിയത്. തമ്മനത്ത് ജല അതോറിറ്റിയുടെ കുടിവെള്ള ടാങ്ക് തകർന്ന സംഭവത്തിൽ കൊച്ചി നഗരത്തിലെ കുടിവെള്ള വിതരണം തടസ്സപ്പെടാതിരിക്കാൻ അടിയന്തര നടപടികൾ സ്വീകരിച്ചതായി ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ അറിയിച്ചു. ഈ വാർഡ് സ്ട്രെങ്തൻ ചെയ്യുന്നതിന് വളച്ചാക്ക് നിരത്തി അട്ടിയിട്ട് ഈ വാർഡ് സ്ട്രെങ്തൻ ചെയ്യുകയും കൂടെ ചെയ്താൽ പമ്പിംഗ് ആരംഭിക്കാനായിട്ട് സാധിക്കും. അങ്ങനെ പമ്പിംഗ് ആരംഭിച്ചാൽ ഇപ്പോൾ 68 ലക്ഷം കപ്പാസിറ്റിയുള്ള ടാങ്കിനെ ഏകദേശം 4 മീറ്റർ ഹൈറ്റിൽ നിന്നാണ് നമ്മൾ ഇതാക്കി എടുത്തുകൊണ്ടിരുന്നത്. 4.2 വരെ നമുക്ക് ആക്കാനായിട്ട് കഴിയും. അത് 4.2 വരെ മാക്സിമം എടുത്ത് ഈ വെള്ളം ബൂസ്റ്റിംഗ് ചെയ്താൽ സൗകര്യം ഉണ്ടായാൽ കൊച്ചിയിലേക്കുള്ള സിറ്റി ബൂസ്റ്റിംഗ് സംവിധാനം നമുക്ക് 68 ലക്ഷം എന്നുള്ളതൊരു 85 ലാക്സ് വരെ കൊണ്ടുവരാനായിട്ട് പറ്റും. എന്നാലും ടെയിലെൻഡിലേക്ക് വരുമ്പം പ്രശ്നം ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ടെന്ന് മനസ്സിലാക്കി ആ ടെയിലെൻഡിലേക്ക് വരുന്ന പ്രശ്നം പരിഹരിക്കാൻ ടാങ്കർ ലോറികളിൽ വെള്ളം എത്തിച്ചു കൊടുക്കുക, അതിനാവശ്യമായ നടപടി സ്വീകരിക്കുക. അത് ഏതൊക്കെ എന്നുള്ള കോർപ്പറേഷൻ്റെ സെക്രട്ടറിയും പഞ്ചായത്ത് സെക്രട്ടറിമാരുമായിട്ട് ആലോചിച്ചിട്ടുണ്ട്. ഡിസ്ട്രിക്ട് കളക്ടർ ഡിസാസ്റ്റർ മാനേജ്മെന്റ് ആക്ട് അനുസരിച്ച് തന്നെ ഈ കുടിവെള്ളം എത്തിച്ചു കൊടുക്കുന്നതിന് വേണ്ടിയുള്ള നിർദ്ദേശം ഇന്ന് കോർപ്പറേഷനും പഞ്ചായത്തിനും കൊടുക്കും. ആവശ്യമായ ടാങ്കർ ലോറികൾ കണ്ടെത്തി കൊടുക്കുന്നതിന് വേണ്ടി ഇന്ന് വൈകുന്നേരം 7 മണിക്ക് ഡിസ്ട്രിക്ട് കളക്ടർ മീറ്റിംഗിൽ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ വിളിച്ചു ചേർത്തിട്ടുണ്ട്. പെരുമാറ്റച്ചട്ടം നിലവിലുള്ള സാഹചര്യത്തിൽ പ്രവർത്തനങ്ങൾ തടസ്സപ്പെടാതിരിക്കാൻ ദുരന്ത നിവാരണ നിയമപ്രകാരം നടപടികൾ സ്വീകരിക്കുമെന്നും ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥരും പങ്കെടുത്ത യോഗത്തിൽ മന്ത്രി വ്യക്തമാക്കി. 2 കമ്പാർട്ട്മെന്റുകളിലായി നിർമ്മിച്ചിട്ടുള്ള ടാങ്കിന്റെ ഒരു കമ്പാർട്ട്മെന്റിനാണ് നാശം സംഭവിച്ചത്. 68 ലക്ഷം ലിറ്റർ സംഭരണ ശേഷിയുള്ള ഈ 2 കമ്പാർട്ട്മെന്റുകളും പരസ്പരം ബന്ധിപ്പിച്ചിരുന്നതാണ്. തകർന്ന ഭാഗം അടയ്ക്കുന്നതിനുള്ള അടിയന്തര പ്രവർത്തനങ്ങൾ പുരോഗമിച്ചു വരികയാണ്. ആലുവ, മരട് എന്നിവിടങ്ങളിൽ നിന്നായിരുന്നു ടാങ്കിലേക്ക് വെള്ളം എത്തിച്ചിരുന്നത്. ഇതിൽ മരടിൽ നിന്നുള്ള വെള്ളം നിലവിൽ തകർന്ന കമ്പാർട്ട്മെന്റിലേക്കാണ് എത്തിച്ചിരുന്നത്. അത് 2ാമത്തെ കമ്പാർട്ട്മെന്റിലേക്ക് തിരിച്ചുവിടേണ്ടതുണ്ട്. എന്നാൽ അതിലുമുള്ള ചെറിയ തോതിലുള്ള ചോർച്ചയും ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. അത് പരിഹരിച്ചതിന് ശേഷമായിരിക്കും കുടിവെള്ള വിതരണം പുനരാരംഭിക്കുക. പമ്പിംഗ് സിസ്റ്റം പ്രവർത്തനക്ഷമമായ ശേഷം കുടിവെള്ള വിതരണത്തിനുള്ള സമയക്രമവും മാറ്റിയിട്ടുണ്ട്. രാവിലെ 3 മണി മുതൽ 5 വരെയും 9 മുതൽ 11 വരെയും വൈകിട്ട് 3 മണി മുതൽ 5 വരെയുമായിരിക്കും പമ്പിംഗ് നടത്തുക. നേരത്തെ 1.35 കോടി ലിറ്റർ വെള്ളം സംഭരിക്കാൻ കഴിഞ്ഞിരുന്നിടത്ത് ഇപ്പോൾ 68 ലക്ഷം ലിറ്റർ മാത്രമാണ് സംഭരിക്കാനാകുന്നത്. ഇത് പരിഹരിക്കുന്നതിനായി 2ാമത്തെ കമ്പാർട്ട്മെന്റിൽ വെള്ളത്തിന്റെ നില 4 മീറ്ററിൽ നിന്ന് 4.2 മീറ്ററായി ഉയർത്തും. ഇതുവഴി 85 ലക്ഷം ലിറ്റർ വെള്ളം വരെ സംഭരിക്കാൻ സാധിക്കുമെന്നും മന്ത്രി അറിയിച്ചു. നിലവിലെ സാഹചര്യത്തിൽ വിദൂര പ്രദേശങ്ങളിലേക്ക് വെള്ളം എത്തിക്കുന്നതിൽ ബുദ്ധിമുട്ട് നേരിടാനിടയുണ്ട്. അതിനാൽ അവിടങ്ങളിലേക്ക് ടാങ്കർ ലോറികളിലൂടെ കുടിവെള്ളം എത്തിക്കാനാണ് തീരുമാനം. ഇതിന് ആവശ്യമായ വാഹനങ്ങൾ RTOയുടെ സഹായത്തോടെ ലഭ്യമാക്കും. ഇക്കാര്യത്തിൽ ജില്ലാ കളക്ടർ G. പ്രിയങ്കയുടെ നേതൃത്വത്തിൽ ഓൺലൈനായി യോഗം ചേരും. ടാങ്കർ ലോറികൾക്ക് എത്തിച്ചേരാൻ ബുദ്ധിമുട്ടുള്ള പ്രദേശങ്ങളിലെ ജനങ്ങൾക്ക് കുടിവെള്ളം ഉറപ്പാക്കുന്നതിനായി അവിടങ്ങളിൽ 5000 മുതൽ 10000 ലിറ്റർ ശേഷിയുള്ള ടാങ്കുകൾ സ്ഥാപിക്കും. ടാങ്കുകൾ സ്ഥാപിക്കേണ്ട സ്ഥലങ്ങൾ കൊച്ചി കോർപ്പറേഷൻ, ചേരാനല്ലൂർ ഗ്രാമപഞ്ചായത്ത് എന്നിവ കണ്ടെത്തും. പ്രവർത്തനങ്ങൾക്ക് ദുരന്ത നിവാരണ വിഭാഗം ഡെപ്യൂട്ടി കളക്ടർ K. മനോജ് ഏകോപന ചുമതല വഹിക്കും. തദ്ദേശ സ്ഥാപനങ്ങളിൽ നിന്ന് പണം ഈടാക്കേണ്ടതില്ലെന്ന് ജല അതോറിറ്റിക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്നും പച്ചാളത്ത് നിർമ്മാണം പൂർത്തിയായ കുടിവെള്ള സംഭരണി പ്രവർത്തനക്ഷമമാക്കിയാൽ പച്ചാളം, വടുതല പ്രദേശങ്ങളിലെ കുടിവെള്ള വിതരണം സാധാരണ നിലയിലാക്കാനാകുമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. എറണാകുളം ഗസ്റ്റ് ഹൌസിൽ ചേർന്ന യോഗത്തിൽ ഹൈബീഡൻ MP, MLA-മാരായ ഉമ തോമസ്, TJ വിനോദ്, ജില്ലാ കളക്ടർ G. പ്രിയങ്ക, ഡെപ്യൂട്ടി കളക്ടർ K. മനോജ്, ജനപ്രതിനിധികൾ, ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, എറണാകുളം. നിങ്ങളുടെ വസ്ത്രസങ്കല്പങ്ങൾ ഏതുമാവട്ടെ, എല്ലാം സോൾട്ടിലുണ്ട്. ദ സോൾട്ട് ഫാഷൻ നിയർ ശ്രീനാരായണ ഹാൾ, ചുള്ളിക്കൽ, കൊച്ചി.